ഭഗവാന്റെ അവതാര സമയത്തിൻ്റെ പ്രാധാന്യത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ശ്രീശുകൻ പറയുകയാണ്. ഗുണോപേതഃ കാലഃ പരമശോഭനഃ യർഹ്യേവ അജനജമർഷം ശാന്തർഷഗ്രഹതാരകം. അജനജന്മർഷം ഇവിടെ പറയാണ് ബ്രഹ്മാവാകുന്ന ദേവതയോടുകൂടിയ നക്ഷത്രത്തോടും ശാന്തർഷ ഗ്രഹതാരകം ശാന്തങ്ങളായ ഗ്രഹങ്ങളോടും അതുപോലെ തന്നെ ഗ്രഹതാരകം താരകങ്ങളോടുകൂടിയതും സർവഗുണോപേത സർവഗുണങ്ങളോട് കൂടിയതും പരമശോഭന ഏറ്റവും കല്യാണപ്രദവുമായ കാലഹ സമയം എർഹി ഏവ എപ്പോൾ വന്നുവോ. ഇവിടെ പറയുന്നത് കാലഗുണത്തെ പറയുകയാണ്. ഇവിടെ കാലത്തിൻ്റെ ഗുണം ഭഗവാൻ അവതരിക്കുമ്പോൾ കാലം എത്രത്തോളം കാലാതിവർത്തിയാണ് ഭഗവാനെങ്കിൽ കൂടിയും ഭഗവാന്റെ ജന്മം എടുക്കുന്ന സമയത്ത് അതിനെ അതീതനായിരുന്നുകൊണ്ട് തന്നെ അതിനധീനനാകാതെ അതിൽ പെട്ടുകൊണ്ട് തന്നെ ജന്മമെടുക്കുന്നു. അതുകൊണ്ട് തന്നെ കാലത്തിലെ എല്ലാ ഭഗവാൻ അവതരിച്ചുകൊണ്ട് കാലം ശോഭനമായി എന്ന് വിശ്വസിക്കാവുന്ന രീതിയിൽ ഇവിടെ പറയുകയാണ്. ഒരു രാജാവ് തൻ്റെ സഭയിലേക്ക് എഴുന്നള്ളുമ്പം എപ്രകാരം പ്രജകൾ ശാന്തചിത്തരാകുന്നു അതുപോലെ ഭഗവാന് ജഗന്നേതാവായിരിക്കുന്ന സർവേശ്വരൻ അവതരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രകൃതികൾ പോലും ഭഗവാനെ വണങ്ങിക്കൊണ്ട് ഭഗവത് അവതാരത്തെ കീർത്തിക്കുന്ന രീതിയിലാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം എത്രത്തോളം മഹത്വപൂർണ്ണമായിട്ട് സംഭവിക്കാൻ പോകുന്നോ ഈ സമയം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും അനുഗ്രഹകരമാണ്. പ്രകൃതി കാലം എങ്ങനെയാണോ ഭഗവത് അനുഗ്രഹഭൂതമായി തീർന്നത് അതെങ്ങനെയാണോ സർവ്വതും, അതായത് ഏതൊക്കെ സർവ്വഗുണങ്ങൾ തികഞ്ഞ പരിശോഭനമായ സമയം എന്ന് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സർവ്വഗുണങ്ങളോട് കൂടിയത്. ഭഗവാൻ ജനിക്കുന്ന സമയത്ത് എല്ലാ ഗുണങ്ങളും പ്രകൃതിയിലുണ്ടായി എന്നാണ് പറയുന്നത്. അതിലുപരിയായിട്ട് പരിശോഭനമായി തീർന്ന സമയം കൂടെ രണ്ടും കൂടെ സമ്മേളിച്ചിരിക്കുകയാണ്. സർവ്വഗുണങ്ങളും പരിശോഭനമായ സമയവും. നമ്മളാരും ജനിക്കുമ്പോൾ ഇങ്ങനെയില്ല. നമ്മളൊക്കെ ജനിച്ചതിന് ശേഷം ജാതകം കുറിക്കലാണ്. അതിൽ ശനിയിൽ തൊട്ട് എല്ലാ ഇതിലും ജനിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭഗവാന്റെ അവതാര സമയത്ത് എല്ലാം ശോഭനമായി തീർന്നു, സർവ്വഗുണങ്ങൾ നിറഞ്ഞ പരിശോഭനമായ സമയമായി പരിണമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആരാണിത് അവതരിക്കുന്നതെന്നുള്ള. അപ്പോൾ അത്രയധികം മഹത്വം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ മഹത്വത്തെ ഉൾക്കൊള്ളാൻ സാധുക്കളായ ഭക്തജനങ്ങൾക്കും സാധിക്കണം, സജ്ജനങ്ങൾക്കതിന് സാധിക്കണം. ഭഗവാന്റെ അവതാരത്തിൻ്റെ മഹത്വത്തെ പരിപൂർണമായിട്ടും ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് പരിവർത്തനം ഉണ്ടാകുക. ഹൃദയത്തിൽ ആര് ശോഭിക്കുന്നുവോ, എല്ലാം നമ്മുടെ ശരീരം ഇരിക്കുന്നതും കാലത്തിലാണ്, എല്ലാം കാലത്തിന് അധീനമല്ല. പക്ഷേ ആ ഭഗവാന്റെ അവതാര സമയം വരാൻ പോകുന്നു എന്നുള്ള ഭാഗവതം പ്രകടമാക്കുമ്പോൾ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് പരിവർത്തനം വരുത്തണമെന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെയോ ദിശക പ്രസേദേർ ദുർഗഹനം നിർമ്മലോടു ഗണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമ പ്രജാകര. പറയാണ് ദിശഹ ദിക്കുകൾ പ്രസേതുഹു പ്രസാദിച്ചു. ദിക്കുകളെല്ലാം പ്രസാദിച്ചിരിക്കുകയാണ് ഭഗവാന്റെ അവതാരം. ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാലത്തെ ആണെങ്കിൽ ഇപ്പം ദിക്കുകൾ എങ്ങനെ നിർമ്മലമായി എന്നുള്ള കാര്യമാണ് പറയുന്നത്. പ്രസേതുഹു ദിക്കുകളെ തന്നെ പറയുന്നുണ്ട്. നിർമ്മലോടു ഗണോദയം നിർമ്മങ്ങളായിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങളോട് കൂടിയത്. മഹി ഭൂമി മംഗളഭൂയിഷ്ട പുരഗ്രാമ പ്രജാകര അധിക മംഗളപദാർത്ഥങ്ങളോടുകൂടിയ പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, ഗോകുലങ്ങൾ, ഇങ്ങനെ സ്വർണ്ണരത്ന ആദി ഖനികൾ ഇവയോടുകൂടിയതായി തീർന്നിരിക്കുന്നു. അപ്പം 4 ദിക്കുകൾ മോളും കീഴും ഇങ്ങനെ സർവ്വ ദിക്കുകളുമെല്ലാം പ്രശോഭനമായി തീർന്നു. അങ്ങനെ ദിക്കുകൾ പോലും ഭഗവത് അവതാരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ എത്രയധികം ഭക്തി, എത്രയധികം ഭഗവാനോടുള്ള ഭക്തി നമ്മളിലുണ്ടാകണം എന്നുള്ള കാര്യം ഭാഗവതം എടുത്ത് പറയുകയാണ്. ഒന്ന് കാലമാണെങ്കിൽ മറ്റേത് ദിക്കുകൾ. ഇത്രയധികം ഭഗവാനോട്
ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് പരിശോഭനമാക്കി തീർത്തെങ്കിൽ ആ തീർക്കുന്ന കാലവും ദേശവും ഒക്കെ തന്നെ അത്ര പരിപൂർണമായെങ്കിൽ മനുഷ്യ മനസ്സുകൾ എത്രത്തോളം പരിപൂർണത, അതിലെത്രത്തോളം ആനന്ദം കണ്ടെത്തണമെന്നുള്ള കാര്യവും ഭാഗവതം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നിർമ്മലമാവുമ്പോഴാണ് നമുക്കതിൻ്റെ ഉത്തമമായ ഫലത്തെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത്. ഉത്തമമായ ഫലം ഒരു ഭക്തന് ലഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന പരിപൂർണമായിട്ടും ശ്രദ്ധയോടുകൂടി ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ മാത്രമാണ്. ഇത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവരുണ്ടാകാം, ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരുണ്ടാകാം. ഏത് സഹസ്രനാമങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ചിന്തിക്കുവാൻ. എന്താ ആശയം? ഭഗവാനിൽ എത്രത്തോളം ദേവന്മാരും ഭൂമിദേവിയും അവരുടെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയുടെ സഫലത കണ്ടെത്തിയിരിക്കുന്നു ഭഗവത് അവതാരത്തോടുകൂടി. അപ്പം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അവതരിക്കണം, ഭഗവത് ചൈതന്യം പ്രകാശിക്കണം, നമ്മുടെ ഉള്ളിൽ ഭഗവത് അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നിർമ്മല ഭക്തരായിരുന്നു കൊണ്ട് ഭഗവാനിൽ സമർപ്പണ ബുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഭക്തന്മാർക്ക് അത് ലഭിക്കുന്നുള്ള കാര്യത്തിൽ ഭാഗവതം വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ആ കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം.